ഇന്നൊരു ചെമ്മീൻ ഫ്രൈൻ്റെ റെസിപ്പി കാണാം. ഇത് ഏട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചെമ്മീനെ എടുത്തിട്ടുള്ളൂ. അത് നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കുഴച്ച് മാറ്റി വെക്കുക. ഇനി വേണ്ടത് ഒരു സവാള, 2-3 അല്ലി വെളുത്തുള്ളി, ഇത് ഇങ്ങനെ കൊത്തിയരിഞ്ഞ് എടുത്ത് വെക്കുക. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചെമ്മീൻ കുഴച്ച് വെച്ചത്, ചെമ്മീൻ മസാലയൊക്കെ തേച്ച് കുഴച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നാക്കി ഇങ്ങനെ റബ്ബർ പരുവത്തിലാക്കി എടുക്കരുത്. പൊരിച്ചിട്ട് ഒരു മീഡിയം ലെവലായാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നാക്കി ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുത്ത ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം. മാറ്റിക്കഴിഞ്ഞ് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വല്യുള്ളി, വെളുത്തുള്ളി, അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, അതും ഇട്ട് നന്നാക്കി വാട്ടിയെടുക്കണം. ഈ ഒരു സമയത്ത് ഈ ഉള്ളി വാടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ചെമ്മീൻ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. അടിപൊളിയാണ് കേട്ടോ ഇത് കഴിക്കാൻ. റേഷനരീൻ്റെ ചോറും ഈ ഒരു ചെമ്മീൻ ഫ്രൈയും അടിപൊളിയാണ്. വേറെ കറികളൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.